അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിഷ്കാത്ത് എന്ന കിതാബിന്റെ ഹദീസുകളുടെ ദർസ്, കിതാബു റിഖാഖ് എന്ന കിതാബ് ഭാഗം 13, ഹദീസ് നമ്പർ 50. ഇതിന്റെ മുമ്പ് 12 ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതെല്ലാം കേട്ട് മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയും. وعن أم الدرداء رضي الله عنها قالت قلت لأبي الدرداء ما لك لا تطلب كما يطلب فلان؟ قال إني سمعت رسول الله صلى الله عليه وسلم إن أمامكم عقبة كؤودا لا يجوزها المثقلون فأحب أن نتخفف لتلك العقبة. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം. അവര് പറയുകയാണ്, ഞാൻ എന്റെ ഭർത്താവായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മാ ലക ലാ തത്ലുബ്, നിങ്ങൾ എന്താണ് കമാ യത്ലുബു ഫുലാൻ, നിങ്ങളെ അതേപോലെയുള്ള അതേ പ്രായമുള്ള ഇന്നാലിന്ന ആൾ സമ്പത്തുണ്ടാക്കുന്നത് പോലെ നിങ്ങൾ എന്തുകൊണ്ട് സമ്പത്ത് സമാഹരിക്കുന്നില്ല? അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇന്ന അമാമകും ഉഖബതൻ, നിങ്ങളുടെ മുന്നിൽ ഒരു ഘട്ടം കടന്നു പോകാനുണ്ട്. എങ്ങനെയുള്ള ഘട്ടമാണ്? കഊദ, വളരെ ബുദ്ധിമുട്ടുള്ള ഘട്ടം. അതായത് വലിയ ഒരു പ്രയാസമുള്ള ഒരു വഴിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ലാ യജൂസുഹൽ മുസ്ഖലൂൻ, സമ്പത്ത് എന്ന് പറയുന്ന ഭാരം ചുമന്നവരൊന്നും ആ വഴിയിലൂടെ കടന്നു പോവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ ഭാരം കുറക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ഘട്ടം കടന്നു പോകുന്നതിന് വേണ്ടി എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. ഇതാണ് 50ാമത്തെ ഹദീസ്. 51. അനസ് റളിയല്ലാഹു അൻഹു. ഹദീസ് ഫുള്ള് വായിക്കുമ്പോൾ സമയം കൂടുതലാകും എന്നതുകൊണ്ട് ഹദീസ് അർത്ഥം വെച്ച് പോവുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവർ പറയുന്നു, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അൽ മിൻ അഹദിൻ യംശി അലൽ മാ, ആരെങ്കിലും വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയാൽ അവന്റെ കാൽപാദം നനയാതെ വെള്ളത്തിലൂടെ നടന്നു പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സ്വഹാബാക്കൾ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾക്കും അങ്ങനെ വെള്ളത്തിലൂടെ കാൽ നനയാതെ നടന്നു പോവാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കദാലിക സാഹിബുദ് ദുനിയ, എന്നാൽ അതുപോലെയാണ് ഈ ഐഹികമായ
ഈ ലോകത്തിന്റെ ഉടമ, ഐഹികത്തെ സമ്പാദിക്കുന്ന ആൾ. ലാ യസ്ലമു മിനദ്ദുനൂബി, ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. റവാഹു ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ. ഈ ഹദീസും അതിന്റെ മുമ്പ് പറഞ്ഞ ഹദീസും മാനപ്പെട്ട ബൈഹഖി ഇമാം ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 52-ാമത്തെ ഹദീസ്. وعن جبير بن نفير رضي الله عنه مرسلا. ജുബൈർ ബിൻ നുഫൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുർസലായി കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഹാബിയെ കളയപ്പെട്ടുകൊണ്ട്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഊഹിയ ഇലയ്യ അൻ അജ്മഅൽ മാല, സ്വത്ത് സമാഹരിക്കാൻ എന്നോട് വഹി അറിയിച്ചിട്ടില്ല അല്ലാഹു. വഅകൂന മിനത് താജിരീൻ, അല്ലാഹ് എന്ന ചിന്തയെ വിട്ടുകളയുന്ന രീതിയിൽ കച്ചവടത്തിൽ മുഴുകാൻ വേണ്ടി എന്നോട് വഹി അറിയിച്ചിട്ടില്ല. വലാകിൻ ഊഹിയ ഇലയ്യ, പിന്നെ എന്നോട് വഹി അറിയിച്ചത്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്നാണ്. ഫസബ്ബിഹ്, തങ്ങൾ തസ്ബീഹ് ചൊല്ലുക, ബിഹംദി റബ്ബിക, റബ്ബിനെ സ്തുതിച്ചുകൊണ്ട്, റബ്ബിനെ തസ്ബീഹും ഹംദും ചൊല്ലുക. ഹത്താ യഅതിയകൽ യഖീൻ വഅബ്ദു് റബ്ബക വകും മിനസ് സാജിദീൻ, നിങ്ങൾ സാഷ്ടാംഗമനുഷ്ഠിക്കുന്നതിലെ, സുജൂദ് ചെയ്യുന്നവരിൽ, നമസ്കരിക്കുന്നവരിൽ നിങ്ങളാകുക. വഅബ്ദു് റബ്ബക, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നതുവരെ ഇബാദത്ത് ചെയ്യുക. റവാഹു ഫീ ശറഹ് സുന്ന, ശറഹ് സുന്ന എന്ന കിതാബിൽ ഇതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അബു നഈം എന്നവരെ ഹില്യ എന്ന കിതാബിലും, അബു മുസ്ലിമുൽ ഖൗലാനി സാഹിദ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 53-ാമത്തെ ഹദീസ്. വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവർ പറയുകയാണ്, ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബ ദുനിയാ ഹലാല, ആരെങ്കിലും ദുനിയാവിനെ ഹലാലായ മാർഗത്തിൽ തേടിയ. അപ്പൊ ഈ ഹദീസ്, ഇതിന്റെ മുമ്പ് വളരെയധികം ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലുമായി. അതൊക്കെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതിനെ സംബന്ധിച്ച് ആക്ഷേപിച്ചുകൊണ്ടും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുമുള്ള ഹദീസുകളാണ്. എന്നാൽ ഈ ഹദീസ് അതിലേക്ക് എങ്ങനെ നമുക്ക് സമ്പത്ത് സമ്പാദിക്കാം അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്നതിനെ സൂചിപ്പിക്കുകയാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തലബ ദുനിയാ ഹലാലൻ, ഹലാലായ നിലയ്ക്ക് ഒരാൾ ദുനിയാവിനെ തേടിയാൽ, ഹലാലായ മാർഗത്തിലൂടെ സമ്പത്തുണ്ടാക്കിയാൽ, എന്തിനു വേണ്ടി? ഇസ്തിഅഫാഫൻ, ജനങ്ങളോട് ചോദിക്കുന്നതിനെ തൊട്ട് കാക്കുവാൻ വേണ്ടി ഒരാൾ സമ്പത്തുണ്ടാക്കി. അവന്റെ അഹ്ലുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയാൽ, അയൽവാസിയോട് നന്മ ചെയ്യാൻ വേണ്ടിയും സമ്പത്ത് ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ, ഈ ഉദ്ദേശത്തിൽ ദുനിയാവിനെ ഒരാൾ സമ്പാദിച്ചാൽ, അഥവാ ധനം ഒരാൾ ഉണ്ടാക്കിയാൽ, ലഖിയല്ലാഹ തആല, അവൻ അല്ലാഹുവിനെ കണ്ടുമുട്ടും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, വവജ്ഹുഹു മിസ്ലൽ ഖമരി ലൈലത്തൽ ബദർ, 14-ാം രാവിലെ ചന്ദ്രൻ ഏതുപോലെയാണോ അതുപോലെ അവന്റെ മുഖം ലംഘുന്നുണ്ടായിരിക്കും. ഒമൻ തലബ ദുനിയാ,
ഒരാള് ദുന്യാവിനെ സമ്പാദിച്ചാൽ, സ്വത്തിനെ ഒരുമിച്ച് കൂട്ടിയാൽ, ഹലാലായ നിലക്ക് ഹറാമിലൂടെ അല്ലാതെ എന്തിനു വേണ്ടി മുക്കാസിറൻ, അവനൊരു വലിയ ധനികനാവണമെന്ന് കരുതിയിട്ട്, മുഫാഖിറൻ ജനങ്ങളുടെ ഇടയിൽ പവർ പറയണം എന്ന് കരുതിക്കൊണ്ട്, മുറായിയൻ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി, ലോകമാന്യത്തിന് വേണ്ടി ഞാൻ വലിയ സമ്പത്തിന്റെ ഉടമയാണെന്ന് പറയാൻ വേണ്ടി, ഹലാലായ മാർഗത്തിലൂടെയാണെങ്കിലും ഒരാളെ സ്വത്ത് സമ്പാദിച്ചാൽ, അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടും. ഏത് സ്ഥിതിയിൽ? അള്ളാഹു അവന്റെ മേലിൽ ദേഷ്യപ്പെട്ടവനാണ് ആ സ്ഥിതിയിൽ. റവാഹുൽ ബൈഹഖിയ്യു ഫീ ശുഅബിൽ ഈമാൻ. ശുഅബുൽ ഈമാൻ എന്ന കിതാബിൽ ബൈഹഖി ഇമാമും അബൂ നുഐം എന്നവരെ ഹില്യ എന്ന കിതാബിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 54-ാമത്തെ ഹദീസ്. വഅൻ സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദൽ ഖൈർ, തീർച്ചയായും ഈ ഖൈർ എന്ന് പറയുന്ന, നന്മ എന്ന് പറയുന്നത്, ഖസാഇനുൻ, അത് വളരെ അധികരിച്ച ഇനങ്ങളാണ് നന്മ. ലിതിൽകൽ ഖസാഇനി മഫാത്തിഉൻ, എന്നാൽ അധികരിച്ചതായ നന്മകൾ ഉൾക്കൊള്ളുന്ന ഖജാനക്കുണ്ട് മഫാത്തിഉൻ, ചാവികളുണ്ട്, താക്കോലുകളുണ്ട്. ഫതൂബാ ലിഅബ്ദിൻ, ഒരടിമക്കാണ് വിജയം, ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിൽ ഖൈർ, നന്മകളുടെ താക്കോലാക്കിയവനെ അല്ലാഹു മാറ്റി. വമിഗ്ലാകൻ ലിശ്ശർ, ഷർറിനെ പൂട്ടുന്നവനുമാക്കി മാറ്റി. അങ്ങനത്തെ ഒരടിമക്കാണ് വിജയം. വവൈലുൻ ലിഅബ്ദിൻ, ഒരടിമക്കാണ് നാശം, ജഅലഹുല്ലാഹു മിഫ്താഹൻ ലിശ്ശരി, അവൻ ഷർറിന്റെ എല്ലാം താക്കോലാക്കി മാറ്റി. സർവ്വ ഷർറും അവന്റെ ഭാഗത്തു കൂടിയാണ് വരുന്നത്. മിഗ്ലാകൻ ലിൽ ഖൈരി, എല്ലാ നന്മകളെയും തടയുന്നവനുമാക്കി മാറ്റി. അങ്ങനത്തെ മനുഷ്യനാകുന്നു നാശം. റവാഹു ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ നിർത്തുകയാണ്. അടുത്തത് 14-ാമത്തെ ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് നിങ്ങളിൽ എത്തുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.